ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ വീണ്ടും കാട്ടാനാക്രമണം ഉണ്ടായി. പെരുമലയിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു സ്കൂട്ടർ കാട്ടാന തകർത്തെറിഞ്ഞു. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയൻ വിവരങ്ങളും അയച്ചിരുന്നു. രാഹുൽ, ഈ കാട്ടാന അവിടെ തന്നെ ഉണ്ടല്ലേ? കാന്തല്ലൂരിൽ നിന്ന് അത് പോയിട്ടില്ല. SKN ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയാണ് ഇന്നലെ എന്തായാലും കാന്തല്ലൂരിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്ന ഒരു സ്കൂട്ടർ അത് ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒറ്റക്കൊമ്പൻ മാത്രമല്ല, കാട്ടാന കൂട്ടം ഈ കാന്തല്ലൂർ മറയൂർ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ഥിരമായി ഇറങ്ങുന്നുണ്ട്. ഇന്നലെയും നമ്മൾ അതിന്റെ വാർത്ത കൊടുത്തതാണ്. കാന്തല്ലൂരിൽ കാട്ടാന ഇറങ്ങി അത് വിവരമറിയിച്ചപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഉൾപ്പെടെ നമ്മൾ കേൾപ്പിക്കുകയും ചെയ്തതാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും വനംവകുപ്പിന്റെ പ്രത്യേക സംഘം അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. RRT അംഗങ്ങൾ അവിടെ കൃത്യമായി തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. മാത്രമല്ല, ഒരു പ്രത്യേക ദൌത്യം ഈ മേഖലയിൽ കാട്ടാനകളെ ഓടിക്കാൻ വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ് DFO സുഹൈൽ ഇന്നലെ നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. ചിന്നാർ വനമേഖലയിലേക്ക് ഈ ആനകളെയെല്ലാം തുരത്താൻ വേണ്ടിയുള്ള നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക. നേരത്തെ അത്തരമൊരു നടപടി സ്വീകരിച്ചപ്പോഴും കാട്ടാനകൾ കാട് കയറാൻ കൂട്ടാക്കിയിരുന്നില്ല. വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തവണ സ്ഥിരമായ ആനകളെ വനത്തിലേക്ക് തുരത്താൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകും. അല്ലായെങ്കിൽ നാട്ടുകാരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് മറയൂർ കാന്തല്ലൂർ മേഖല സാക്ഷിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സ്കെയിൻ.